എല്ലാവർക്കും നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൈനിക് സ്കൂളിന്റെ അഡ്മിഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സൈനിക് സ്കൂളിന്റെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൈനിക് സ്കൂളിന്റെ എക്സാമിനേഷന്റെ ഡേറ്റ് NTA പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് അക്കാഡമിക് ഇയർ 2025-26 സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷന്റെ എക്സാമിനേഷൻ ഷെഡ്യൂള് NTA പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ക്ലാസ് 6ലേക്കും ക്ലാസ് 9ലേക്കും ഒരേ ദിവസമാണ് എക്സാമിനേഷൻ നടക്കുക. 2025 April 5 സാറ്റർഡേ ആണ് നിങ്ങളുടെ എക്സാം വരിക. 33 സൈനിക് സ്കൂളിലേക്കും 40 ന്യൂ സൈനിക് സ്കൂളിലേക്കും ഒരേ എൻട്രൻസ് എക്സാമിൽ നിന്നാണ് കുട്ടികളെ സെലക്ട് ചെയ്യുക. ഇതിന്റെ അഡ്മിറ്റ് കാർഡ് NTA എക്സാമിന് 3 ആഴ്ച മുന്നേ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏകദേശം നമ്മൾക്കൊരു മാർച്ച് 2nd വീക്കോടുകൂടി നമ്മൾക്ക് ഇതിന്റെ അഡ്മിറ്റ് കാർഡ് പ്രതീക്ഷിക്കാം. അഡ്മിറ്റ് കാർഡ് വരുമ്പോഴേക്കും ഇത് നിങ്ങൾ സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതോടൊപ്പം ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്താൽ നിങ്ങൾക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമാണ് വേറെ കുറച്ച് ഡോക്യുമെന്റ്സിന്റെ ഒപ്പം നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോകേണ്ടത്. അഡ്മിറ്റ് കാർഡ് ഇല്ലാത്ത ഒരു കുട്ടിയെയും അവരെ എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിപ്പിക്കില്ല. അപ്പോൾ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ തന്നെ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡ് ആയിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ പോകാനായിട്ട്. നേരത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ എക്സാമിനേഷൻ പാറ്റേണിനെ കുറിച്ചും എക്സാമിനേഷൻ ഡ്യൂറേഷനെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. എന്നാൽ ഒന്നും കൂടി പറയാം. ക്ലാസ് 6ലേക്ക് 2.5 hours ഡ്യൂറേഷനിലുള്ള എക്സാമിനേഷനാണ് നടക്കുക. ക്ലാസ് 9ലേക്ക് 3 hours ഡ്യൂറേഷനാണ് എക്സാമിനേഷൻ. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല, OMR ഷീറ്റ് ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അത് പെൻ പേപ്പർ മോഡിലായിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഞാനിതിൻ്റെ ഒരു സോൾവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഏകദേശം 2 മാസത്തോളം സമയമുണ്ട് എക്സാമിനേഷന്. അപ്പോൾ നിങ്ങളുടെ ഇയർ എൻഡിങ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണ് ഈ എക്സാമിനേഷൻ വരിക. അപ്പോൾ അത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ കുറച്ച് ടോപ്പിക്സും കൂടി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലാസ് 6ലേക്കുള്ള സിലബസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ മലയാളമോ അതല്ലെങ്കിൽ ഇംഗ്ലീഷോ ഏതെങ്കിലും ആയിരിക്കുമല്ലോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. ഏത് മീഡിയത്തിലാണോ നിങ്ങൾ ആൻസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ മീഡിയത്തിലെ ലാംഗ്വേജ് ആയിരിക്കും നിങ്ങൾക്ക് ലാംഗ്വേജ് പേപ്പറിൽ കിട്ടുക. ഇത് 13 ലാംഗ്വേജസിലുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ക്ലാസ് 6ന്റെ സിലബസ് ഒന്ന് നോക്കാം. ക്ലാസ് 6ൽ വരുന്നത് മാത്തമെറ്റിക്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമായിരിക്കും. അപ്പോൾ മാക്സിമം മാർക്ക് 150 ആണ്. ഇതുകൂടാതെ ബാക്കി സബ്ജക്ട്സ് ലാംഗ്വേജ്, ഇന്റലിജൻസ്, ജനറൽ നോളജ്, ഇത് 3ൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാകുക. ഇതിൽ ഓരോന്നിലും ഓരോ കറക്റ്റ് ആൻസറിനും 2 മാർക്ക് വീതമാണ് ലഭിക്കുക. അങ്ങനെ മാക്സിമം മാർക്ക് ഓരോ സബ്ജക്റ്റിനും ലഭിക്കാവുന്നത് 50 മാർക്കാണ്. ഇതിൽ ടോട്ടൽ 125 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. മാക്സിമം മാർക്ക് ലഭിക്കാവുന്നത് 300 ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇനി നമുക്ക് ക്ലാസ് 9ലേക്കുള്ള സിലബസ് നോക്കാം. ക്ലാസ് 9ലേക്ക് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും. കവർ ചെയ്യുന്ന ടോപ്പിക്സുകൾ മാത്തമെറ്റിക്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ കറക്റ്റ് ആൻസറിനും 4 മാർക്സ് ആണ് ലഭിക്കുക. അങ്ങനെ ടോട്ടൽ മാർക്സ് 200 ആണ്. ഇതുകൂടാതെ ഇന്റലിജൻസ്, ഇംഗ്ലീഷ്, ജനറൽ സയൻസ്, സോഷ്യൽ സയൻസ് ഈ ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് ഓരോന്നിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാകുക. ഓരോ ക്വസ്റ്റ്യന്റെയും കറക്റ്റ് ആൻസറിന് 2 മാർക്ക് വീതമാണ് ലഭിക്കുക. അങ്ങനെ ഓരോ ടോപ്പിക്സിൽ നിന്നും മാക്സിമം ലഭിക്കാവുന്ന മാർക്ക് 50 വീതമാണ്. അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. മാക്സിമം ലഭിക്കാവുന്ന മാർക്ക് 400 ആണ്. അപ്പൊ ഇതിനൊന്നിനും തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല. നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ്, അതായത് മാത്തമെറ്റിക്സിൽ നിന്ന് എന്തൊക്കെ വരും, GKയിൽ നിന്ന് എന്തെല്ലാം വരും എന്നുള്ളതെല്ലാം അപ്പൻഡിക്സിൽ കൊടുത്തിട്ടുണ്ട്. NTAയുടെ വെബ്സൈറ്റിൽ അപ്പൻഡിക്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് കാണാൻ സാധിക്കും. ഡീറ്റെയിൽ സിലബസ് നമുക്കിവിടെ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പറയാത്തത്. നിങ്ങളെല്ലാവരും വെബ്സൈറ്റ് നോക്കി ഡീറ്റെയിൽ സിലബസ് നോക്കിയിട്ട് കറക്റ്റായിട്ട് പഠിക്കുക. ഏകദേശം 2 മാസം സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളെല്ലാവരും തന്നെ ആ ടൈം മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. April 5 എല്ലാവരും തന്നെ എക്സാമിനേഷൻ എഴുതാൻ പോവുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ഫ്രം ടീം അമേസിംഗ് അക്കാഡമിക്സ്.